വിളക്കത്തിക്കണോ? വിളക്കത്തിക്കണ്ടേ നമുക്ക്? ബാ. എല്ലാവർക്കും ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. ഒരു തണുപ്പ് വന്നു. ഇപ്പോൾ വെയിൽ ഉദിച്ചു വരുന്നുണ്ട്. എന്നാലും ആ തറയിൽ കിടന്നപ്പോൾ അവനൊരു തണുപ്പ്, അതാ അവിടെ വന്ന് കിടക്കുന്നത്. അപ്പോൾ പതിവ് പോലും ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മോൻ്റെ വീഡിയോയും എൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ദിനചര്യകളായ നമ്മുടെ വീട്ടിലെ ചെറിയ ചെറിയ പണികളും ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണണം. ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. തിക്കും തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ ചെറുതായിട്ടുള്ള ആൾക്കാരായിട്ടോ. നമ്മൾ യൂട്യൂബർ എന്നൊന്നും പറയാനും പറ്റത്തില്ല, അങ്ങനെ എടുക്കുന്നത് നമ്മൾ പാവം പിടിച്ച ചെറിയൊരു വീഡിയോ എടുക്കുന്ന ആൾക്കാരായിട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ചൂട് തുടങ്ങി, ഭയങ്കര ചൂട് ഫ്രണ്ട്സ്, ഭയങ്കര ചൂട്. നാട്ടിലൊക്കെ ഇന്നലെ മഴ പെയ്തു എന്ന് പറയുന്നത് കേട്ടു, പക്ഷെ ഇവിടെ ഭയങ്കര ചൂടായിട്ടോ. പതിവ് പോലെ അതിരാവിലെ 5 മണിയാണ് കേട്ടോ. അച്ഛൻ യോഗ ചെയ്യുന്ന മോൻ, പതിവ് പോലെ യോഗ ചെയ്യാൻ മോൻ കണ്ടോ. ഇങ്ങനെ അച്ഛൻ 1 മണിക്കൂർ ഇരുന്ന് 1 മണിക്കൂർ അവിടെ ഇരിക്കും കേട്ടോ. അങ്ങനെ ചോദിച്ചാ ചായ കുടിച്ചാ? നീ ദീപക്ത വന്നപ്പോൾ വരാത്ത എന്താ? ചായ കുടിച്ചോ എന്നൊക്കെ ചോദിച്ച്. ആ ദീപക് ചായ കഴിച്ചോ? ദീപക്ത ചായ കഴിച്ചോ? ദീപക്ത ചായ കഴിച്ചോ? മോൻ ചോദിച്ചാൽ അച്ഛൻ്റെ കൂടെ യോഗ 5 മണിക്ക് ചെയ്തിട്ട് കിടന്ന് ഉറക്കം വരുന്ന ഇങ്ങോട്ട് നോക്കി. ദീപക്കിനോട് ചോദിച്ചാ ചായ കുടിച്ചോ എന്ന് പൊന്ന്? ദീപക് ദേക്കോ ചായ കുടിച്ചോ ചോദിക്ക. ചായ കഴിച്ചോ? ടാറ്റ പോലോ ദിഖാവോ. ടാറ്റ എങ്ങനെ പറയുന്നതെന്ന് ദീപക്കിനെ കാണിച്ചൂടെ? ദീപക്കും ചേട്ടനും കുഞ്ഞു ചേട്ടനൊക്കെ പോകുമ്പോൾ മോനെങ്ങനെ ടാറ്റ देखो लगता हमें टाटा करिए देखो ടാറ്റ കാണിച്ചു കൊച്ച്. ദീപക് കണ്ടോ? ദീപക്കിന് ബംഗാളി അറിയാവോ കേട്ടോ, അതുകൊണ്ടാണ്. ദീപക് തുമി देखो ടാറ്റ ദിക്കായിച്ചേ. അച്ഛോ ദീപക്കിനോട് രാവിലെ സ്നേഹമാണ്. ദീപക് देखो ടാറ്റ കറിയിച്ചേ देखो देखो. ദീപക്കിനെ കാണിച്ചു കൊടുത്ത് ടാറ്റ എങ്ങനെയെന്ന്. പൊന്നെ ദീപക്ക് പോകുമ്പോഴും ഇങ്ങനെ ടാറ്റ കാണിക്കും. വിടാൻ വേണ്ടി ഇരിക്കുന്നത് ദീപക്ക് ചോടനെ ചോണു. ടാറ്റ എങ്ങനെ കൊടുക്ക്. തുമ്മുന്നു കൊച്ച് രാവിലെ പോയിട്ട്. ടാറ്റ പറ, ഉച്ചക്ക് വരും. ദീപക്ക് ഉച്ചക്ക് വരും. ടാറ്റ പറ ഉച്ചക്ക് വരും. ടാറ്റ ദീപക്ക് ഉച്ചക്ക് വരുവട്ടെ. ശരി, ഉച്ചക്ക് വരുവട്ടെ. അടുക്കളയിൽ വന്ന് നോക്കണം, മണപ്പിക്കണം കേട്ടോ. ടേബിളിൻ്റെ പുറത്തൊക്കെ മമ്മി ഇഡ്ഡലി ഉണ്ടാക്കുന്നു, ചട്നി ഉണ്ടാക്കുന്നു. കൊച്ചിൻ്റെ ചിക്കൻ പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ വെച്ച് ചോറ് കൊടുക്കണം അവന്. ഇങ്ങനെ അടുക്കളയിൽ ഇരിക്കുന്ന കേട്ടോ. എന്താണ് ഇന്ന് മമ്മി ഉണ്ടാക്കണേ? വെജാണോ? ഇന്നലെ മത്തങ്ങി സ്വീറ്റ് പൊട്ടറ്റയും തൈരൊക്കെ കുട്ടിയൊക്കെ കൊടുത്തു. അപ്പോൾ ഇന്ന് ചിക്കനാണ് അല്ല പൊന്നോ? അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൻ്റെ ഇടയിൽ രാവിലെ ഇഡ്ഡലിയായി, പിന്നെ ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട്. ഒരു തട്ടും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഭർത്താവ് 8 മണിയായി കുളിക്കാൻ പോയി.
നമ്മൾ ഓരോ സീസൺ ടൈം വരുമ്പോൾ ഇപ്പോൾ ചൊരക്കയുടെ സീസണാണെങ്കിൽ ചൊരക്കയും കുമ്പളങ്ങയും ജ്യൂസ് അടിക്കും, ക്യാരറ്റും കൂടെ. ക്യാരറ്റിൻ്റെയും ബീട്രൂട്ടിൻ്റെയും ജ്യൂസ് ഇപ്പോൾ ബീട്രൂട്ടിൻ്റെ സീസണാണ്, അപ്പോൾ ക്യാരറ്റും ബീട്രൂട്ടും അടിക്കും നമ്മൾ. അതിൻ്റെ കൂടെ ഒരു 2 ആപ്പിളും ഇത് നാരങ്ങ പിഴിഞ്ഞൊഴിക്കാനായിട്ടോ. ഇപ്പോൾ നെല്ലിക്കയുടെ സീസണുമാണ്, നെല്ലിക്ക വില കുറഞ്ഞ് കിട്ടും. അപ്പോൾ ഒരു നെല്ലിക്ക, കൂടുതലും നെല്ലിക്ക ഇടുന്നില്ല, പിള്ളേർക്കും കൊടുക്കുന്ന ഇഞ്ചി അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഇന്ദുപ്പൊക്കെ കൂട്ടി അടിച്ച് ജ്യൂസ്. അപ്പം ഞാനിത് ജ്യൂസ് ഉണ്ടാക്കി വെക്കും ഫ്രിഡ്ജിലേക്ക്. എൻ്റെ ഹസ്ബൻഡ് ഞാൻ ആദ്യം തന്നെ കൊടുക്കും. ഇപ്പം തന്നെ കുളിച്ച് കഴിഞ്ഞ് വന്ന പുള്ളിക്കൊരു നിർബന്ധമുണ്ട് കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റും ജ്യൂസൊക്കെ നമ്മുടെ ടേബിളിലിരിക്കണം, ഇല്ലെങ്കിൽ പിന്നെ കഴിക്കത്തില്ല. അത് കാരണം പെട്ടെന്ന് ഇഡ്ഡലി ഉണ്ടാക്കി ഒരു തട്ട്, അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ജ്യൂസ് അടിച്ച് ഇപ്പം പുള്ളിക്ക് വേണ്ടി വെക്കും. ചമ്മന്തിയും വെച്ച് പുള്ളിയെ വിട്ടതിന് ശേഷം പിന്നെ ഇനി മക്കൾക്കുള്ള ജ്യൂസും കാര്യങ്ങളൊക്കെ മക്കൾ ഓരോരുത്തരും എണീക്കും, ഉണ്ടാക്കും. പിന്നെ മോൻ്റെ ഇറച്ചി ഇവിടെ കിടപ്പുണ്ട്, കണ്ടോ മോൻ്റെ ഇറച്ചി കിടപ്പുണ്ട്, മോൻ്റെ ഇറച്ചി വെക്കണം. നമ്മളെ ഇതിൻ്റെ ഇടയിലൊക്കെയാണ് ഈ വീഡിയോയും പിടിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിച്ച് സഹിച്ച് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ് കേട്ടോ. അപ്പം നമ്മൾ ഓരോരോ സീസൺ വരുന്നതിനനുസരിച്ചാണ് ജ്യൂസ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇപ്പോൾ ബീട്രൂട്ടിൻ്റെ സീസൺ ആണെങ്കിൽ ബീട്രൂട്ട് ക്യാരറ്റും ഉണ്ടാക്കും. ഇപ്പോൾ ആപ്പിളും സുലഭമായി കിട്ടുന്നുണ്ട്, അപ്പോൾ ആപ്പിളിൻ്റെയും ജ്യൂസ്. ചൊരക്കയുടെ ആണെന്നുണ്ടെങ്കിൽ ചൊരക്കയുടെ ജ്യൂസ് അങ്ങനെ അടിച്ച് പുള്ളിക്ക് കൊടുക്കും കേട്ടോ. ഇല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ കക്കൊടിയും പാവക്കയും ടൊമാറ്റോയും കൂടെ അടിച്ച് കൊടുക്കും, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജ്യൂസ് അടിച്ചിട്ട് വരാം. കണ്ടോ, ഇത്തിരി വെള്ളം ഒഴിച്ച് ജ്യൂസ് അടിച്ചിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ് ചമ്മന്തിയായി, ഇഡ്ഡലിയായി കേട്ടോ. അപ്പോൾ ഇനി കുഴപ്പമില്ല, അദ്ദേഹം കുളിച്ചിട്ട് വന്നാലും എല്ലാം കൊടുക്കേണ്ട എല്ലാം ആയി. ആ ജ്യൂസും കൂടെ അടിച്ച് ശരിയാക്കുക. പിന്നെ എന്ന് പറഞ്ഞാലേ നമ്മളൊക്കെ രാവിലെ എണീക്കുന്നവരാണ്, 4:30 5 മണിക്കൊക്കെ എണീക്കുന്ന. എന്നിട്ട് നമ്മുടെ മോനെ കൊണ്ടുപോയി പുറത്ത് കൊണ്ടുപോയി ഒരു 10-15 മിനിറ്റ് മോനെ വാക്കൊക്കെ ചെയ്ത് വന്ന് അവന് അപ്പിയൊക്കെ തുടച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹസ്ബൻഡ് കണ്ടില്ലേ യോഗയൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും അപ്പം തന്നെ ചായ കൊടുക്കണം എന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. ചായയൊക്കെ പുള്ളിക്കാരൻ്റെ കറക്റ്റ് ടൈമിന് കൊടുക്കണമെന്നാണ്. പുള്ളിക്കാരൻ്റെ അടുത്ത് തട്ടിപ്പും വെട്ടിപ്പും ഒന്നും നടക്കൂല കേട്ടോ, കറക്റ്റ് ടൈമിലാണ്, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതെ പൊക്കളയും. അപ്പോൾ അത് കാരണം എല്ലാം നല്ല കറക്റ്റ് ടൈമിന് കൊടുക്കും. അടുത്ത ഇഡ്ഡലി ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് പുള്ളി കുളിച്ചിട്ട് വരാറായി കേട്ടോ. അപ്പോൾ പുള്ളിയുടെ ഇഡ്ഡലി, പുള്ളി 3 ഇഡ്ഡലിയെ കഴിക്കുള്ളൂ കേട്ടോ. ചട്നി അതിൽ സ്പൂൺ ഇടണമെന്ന് നിർബന്ധമാണ്, കാരണം സ്പൂണിൽ അത്യാവശ്യമുള്ളത് ഒഴിച്ച് പുള്ളിയുടെ ജ്യൂസായി. ഇത് ടേബിളിലേക്ക് വെച്ച് അടച്ച് വെച്ച് കഴിഞ്ഞിരുന്നാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു, പുള്ളി വന്നിട്ട് കഴിച്ചോളും കേട്ടോ. അങ്ങനെയാണ് വർഷങ്ങൾക്ക് മുമ്പേ കുളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഭക്ഷണം നിർബന്ധമായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ ഉണ്ടാവണമെന്നാണ് കേട്ടോ, ഇല്ലെങ്കിൽ കഴിക്കാതെ പൊക്കളായി. വേറെ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് പലരും പലരുടെ സ്വഭാവം അനുസരിച്ച് വേണമല്ലോ നമ്മൾ നിൽക്കാൻ. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ എണീറ്റ് അടിച്ചു വാരൽ, പുറം കഴുകൽ, ഇങ്ങനെയൊക്കെ കുറേ പണികളുണ്ട് കേട്ടോ. നമ്മളൊക്കെ വീട് വൃത്തിയാക്കി പുറമൊക്കെ കഴുകുന്ന ആൾക്കാരൊക്കെ, അപ്പോൾ ഒക്കെ കുറേ ഇതുണ്ട്. പിന്നെ ഇവന് മുള്ളി ഇതുപോലെ, അപ്പോൾ നമ്മൾ ഡെയിലി പുറം കഴുകണം അങ്ങനെയൊക്കെ. അപ്പോൾ ഇതുകൊണ്ടൊന്ന് ഞാൻ ടേബിളിൽ വെക്കട്ടെ, ഇത് വെച്ച് ഇവിടെ അടച്ചിരിക്കട്ടെ. അപ്പോഴത്തേക്ക് പുള്ളി വന്ന് കഴിച്ചോളും. കഴിക്കുമ്പോൾ നമ്മളൊന്ന് നോക്കിയാൽ മതി 2-3 പ്രാവശ്യം. അപ്പോൾ ഇപ്പോൾ ആ വേവലാതി ഒഴിഞ്ഞു കേട്ടോ. ഇനി പതുക്കെ ചെന്ന് അടുക്കളയിൽ നിന്ന് പണി ചെയ്യുക. അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായി. പിന്നെ പിള്ളേർ പതുക്കെ എണീക്കും. ചമ്മന്തിയൊക്കെ കൊള്ളാമോ? പൊട്ടുകടല ഇട്ട ചമ്മന്തിയാണ്. അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ മക്കൾക്ക് ജ്യൂസൊക്കെ അടിച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കുന്ന കേട്ടോ. അവർക്ക് ഇച്ചിരി തണുപ്പ് വേണം, ഫ്രിഡ്ജിൽ വെച്ചിട്ട് വരട്ടെ. അതിൻ്റെ ഇടയ്ക്ക് വന്ന് നോക്കണം അച്ഛനെ. അച്ഛൻ വാഷ് ബേസിൽ ക്രീം ഇട്ടോ, തല ചീകിയോ? അച്ഛൻ ക്രീം തേക്കാനാണ് കേട്ടോ. അതെ, കൈ കഴുകി കഴിഞ്ഞിട്ടൊരു ക്രീമുണ്ട്, അപ്പോൾ അത് തേച്ച് അവന് മനസ്സിലായി. ഇത് കണ്ടോ, കയറി നിൽക്കുന്ന കണ്ടോ, വാഷ് ബേസിൻ്റെ അവിടെ ഒരു ക്രീമുണ്ട്. വായൊക്കെ കഴുകി കൈയൊക്കെ ഒരു ക്രീം തേക്കാൻ. അപ്പോൾ അവൻ്റെ ഒരു ചീപ്പ് അവിടെ വച്ചിട്ടുണ്ട്. എപ്പോഴും അച്ഛനൊരു ചീപ്പ് അവിടെ ഉണ്ട്, മോനൊരു ചീപ്പ് അവിടെ ഉണ്ട്. ഇത് കണ്ടോ. അപ്പോൾ വന്നൊന്ന് നോക്കി, വാഷ് ബേസിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ വന്നൊന്ന് നോക്കി കേട്ടോ. അപ്പോൾ അവന് വേണ്ടി ഒരു കോമ്പ് എപ്പോഴും അവിടെ വച്ചേക്കെന്താ കേട്ടോ. ആ ക്രീം ഇങ്ങനെ വെക്കുമ്പോൾ അവനും ഒന്ന് തേച്ച് കൊടുക്കണം. ശരി, ഓക്കെ. ഇത് തേക്കുന്ന എനിക്ക് വേണമെന്ന് ക്രീം തേക്കണുണ്ട്. അവന് ഭയങ്കര ഇതാ വേണ്ട, വന്ന് കാത്തിരിക്കണുണ്ടോ. നിങ്ങൾ കുറച്ച് തേച്ച് കൊടുക്ക്. എന്ത് തേക്കണം, 1000 സാധനങ്ങൾ അച്ഛൻ തേക്കും കേട്ടോ. ആ സാധനം മൊത്തം അവന് വേണം. പക്ഷെ അവനങ്ങനെ ചെയ്യാൻ പാടില്ല, അലർജി വരും. എന്നാലും വെറുതെ ഇങ്ങനെ തുടച്ചു കൊടുക്കില്ല, അവൻ പോകത്തില്ല കണ്ടോ. ഇങ്ങനെ ഒന്ന് തുടച്ച ആ ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. ആ നെറ്റിയിലൊക്കെ തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കര മണോ, നല്ല വാസനയാണ് അവന്.
അച്ഛൻ എന്തൊക്കെ തേക്കണം, അച്ഛനൊരു 100 കൂട്ടം സാധനം തേക്കും. അപ്പം അതൊക്കെ മോനും വേണം. ചേച്ചി തേച്ചിരുന്നാലും അങ്ങോട്ട് പോകും, ചേട്ടൻ തേച്ചിരുന്നാലും അങ്ങോട്ട് പോകും, സ്പ്രേ അടിച്ചാലും അവന് വേണം. കഴിഞ്ഞോ? രാവിലത്തെ ക്രീം പുരട്ടലൊക്കെ കഴിഞ്ഞോ? മോൻ്റെ ക്രീമല്ല, മോന് വേറെ ക്രീം മേടിച്ച് വെച്ചിട്ടുണ്ട്. എന്നാലും വെറുതെ ഒന്ന് തേച്ച് കൊടുത്തതാട്ടോ. ഇഡ്ഡലിയും എന്ത് കഴിഞ്ഞു. അപ്പോൾ ഇഡ്ഡലിയുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ. നമ്മുടെ മോൻ്റെ ചോറിന് വേണ്ടി വെള്ളം വെച്ചേക്കണം. ചോറ് വെക്കട്ടെ, അവൻ്റെ ഇറച്ചിയൊക്കെ വെക്കണമല്ലോ. ചിക്കൻ്റെ കൂട്ടത്തിൽ ഞാൻ ഈ മത്തങ്ങയും കൂടെ ഇടും കേട്ടോ. ഇന്നലെ അവന് മത്തങ്ങ, സ്വീറ്റ് പൊട്ടറ്റോ, ക്യാരറ്റ്, തൈരൊക്കെ കൂട്ടിയ ചോറ് കൊടുത്തത്. അപ്പോൾ ഇന്ന് ഈ ചിക്കൻ്റെ കൂട്ടത്തിൽ അതേ അവന് ചിക്കനും ചോറും അതിൻ്റെ കൂടെ ഈ മത്തങ്ങയും കൂടെ ഇട്ട് പുഴുങ്ങിയിട്ട് ചോറിൻ്റെ കൂടെ പുഴുങ്ങിയിട്ട് അല്ല പീച്ചി കൊടുക്കും കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് ഈ മത്തങ്ങയും കൂടെ ഇട്ട് അവന് വേവിക്കാൻ പോകുന്നത്. ഒട്ടും വയ്യാന്നുള്ള സമയമാണെങ്കിൽ ഞാനിത് ഇതൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ അപ്പോൾ ഞാൻ ഇത് ഇച്ചിരി പാലിൽ വെള്ളം ചേർത്ത് പുള്ളിക്ക് കൊടുക്കാറുണ്ട്. ഇല്ലെങ്കിൽ ഇച്ചിരി ഓട്സ് എടുത്തിട്ട് അതിൽ പഴവും പാത്രം ഇടും. അല്ലാതെ സ്വീറ്റ്സ് ആയിട്ടുള്ള ഇതൊന്നും ഇടാറില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചില സമയങ്ങളിൽ എനിക്ക് അത്ര അധികം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ബ്രെഡ് ഒഴിച്ചിട്ട് ചിലപ്പോൾ ഓട്സോ ചിലപ്പോൾ ഈ മ്യൂസിലി ഇതിൻ്റെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും കേട്ടോ. അപ്പോൾ ഇത് നല്ല പ്രോട്ടീൻ അടങ്ങിയ സാധനമാണ്, സോൾഫുൾ. ഇത് വാങ്ങി വച്ച് കഴിഞ്ഞിരുന്നാൽ ഇതിൽ 97% ഷുഗറില്ല. നല്ല സാധനമാണ്. പിസ്തയും എല്ലാം ഒരുപാട് കാര്യങ്ങൾ പ്രോട്ടീൻസ് അടങ്ങിയതാണ്. ഇത് പാലിലിട്ട് കഴിച്ചിരുന്നാലും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മേടിച്ച് ഒട്ടും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പറ്റാത്ത സമയം, നമുക്ക് ശരീരവേദനയൊക്കെ ഉള്ള സമയമാണെങ്കിൽ ഞങ്ങൾ ഇതുപോലെ ഓട്സൊക്കെ മേടിച്ചിട്ട് ഇപ്പോൾ എല്ലാം പൊട്ടിച്ചതൊക്കെ തീർന്നു. അപ്പോൾ ഇത് ഇന്നലെ മേടിച്ചതായിട്ടോ മോള് വാങ്ങി വെച്ചിട്ടുണ്ട്. മോളും ചില സമയം ഇത് ഓട്സൊക്കെയാണ് കഴിച്ചുകൊണ്ട് പോകുന്നത് കേട്ടോ. ഈ സോൾഫുള്ളും ഭയങ്കര ഡിലീഷ്യസ് ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. ഇതിൽ ഏകദേശം 97% പ്രോട്ടീൻസ് അടങ്ങിയതാണ്. ഇതായിരുന്നാലും നല്ലതാണ്. നമ്മൾ ഓട്സ് ആയിരുന്നാലും വെള്ളത്തിലും കലക്കി കുടിക്കുക, അല്ലെങ്കിൽ പാലിലും കുടിക്കാം. ഷുഗർ പേഷ്യൻ്റ് ആകുമ്പോൾ പാൽ അവോയ്ഡാണ്. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ കഴിക്കാം. അപ്പോൾ ഇതൊക്കെ വാങ്ങി കഴിക്കുക. ഷുഗറുള്ളവരും ഒക്കെ ഇതിലൊക്കെ ന്യൂട്രീഷനും ഒക്കെ ഒരുപാട് അടങ്ങിയ സാധനമാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാനിതേ പൂജാപാത്രങ്ങളൊക്കെ കഴുകി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഹസ്ബൻഡ് മേടിച്ചുകൊണ്ട് വന്ന് പൂക്കൾ കൂളത്തല, ദർഫ് ഒക്കെ മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ നമ്മുടെ മോളിൽ നിന്നും പതിവ് പോലെ തുളസിയിലയും നമ്മുടെ ശംഖുപുഷ്പമൊക്കെ എടുക്കണം. അപ്പോൾ പാത്രങ്ങളൊക്കെ ദേ കഴുകി കൊണ്ടുവന്ന് വച്ചിട്ടുണ്ട്. അപ്പോൾ പൂജ ചെയ്യണം. അപ്പം ഇനി ഒന്നും കൂടെ പൂജാ റൂമൊന്ന് തുടക്കണം കേട്ടോ. അപ്പോൾ പൂജ ചെയ്യാൻ ഇത് കണ്ടോ, ഒരുത്തൻ ഇരിക്കുന്ന കണ്ടോ, പൂജ ചെയ്യാനെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു മോളിൽ പോയി ചെടികൾക്ക് വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് തുളസി ഇലയൊക്കെ കൊണ്ടുവരാം, തുളസിയൊക്കെ കൊണ്ടുവന്നിട്ട് പൂജ ചെയ്യാമെന്ന് കേട്ടോ. ഭയങ്കര ആത്മീയമാണ് കേട്ടോ. നമ്മൾ വീടുകളിൽ ചെയ്യുന്ന പോലെ ഇരിക്കും കേട്ടോ ഇവർ പഠിക്കുന്നതും ഒക്കെ. ഇത് കണ്ടോ, പൂജാ റൂമിൽ കിടന്ന് അലയുന്ന കണ്ടോ. പൂജ ചെയ്യാനാണ്, പെട്ടെന്ന് പൂജ ചെയ്യും മമ്മി, പൂജ ചെയ്യുന്നു മമ്മി. ഇവർ കുട്ടികളെ പോലെ കേട്ടോ. നമ്മൾ വലിയവരെന്ത് കാണിക്കുന്നോ അത് പഠിക്കും എന്ന് പറഞ്ഞ പോലെ ഇവരുണ്ടല്ലോ. ഇത് കണ്ടോ, പൂജാ റൂമിൽ വന്ന് കറങ്ങുന്നത് അതിനാണ് കേട്ടോ. പെട്ടെന്ന് പൂജ ചെയ്യാൻ, അവന് തീർത്ഥം വേണം, അവന് ആർത്തി തൊഴണം, ഇതിനൊക്കെയാണ് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരനെ വിട്ടു, മണി 8:30 അപ്പോൾ ഞാനിതേ വിളക്ക് കത്തിക്കാൻ വേണ്ടി പോകുന്നു. വിളക്കിൻ്റെ ഇവിടെയൊക്കെ ഞാൻ തുടച്ച് എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മോളിൽ നിന്ന് തുളസിയിലേക്ക് വന്ന് നമ്മൾ രാവിലെയും വൈകുന്നേരമൊക്കെ വിളക്ക് കത്തിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ ഫ്രണ്ട്സ്, പണ്ടത്തെ ആൾക്കാരൊക്കെ പറയും കേട്ടോ, നമ്മൾ രാവിലെ പുറമൊക്കെ കഴുകി ദീപമൊക്കെ വരുന്നത് ഉച്ചക്കായിരിക്കും, ഉച്ചക്കേ വന്നടിക്കുള്ളൂ. അതുവരെ നമുക്ക് കാത്തിരിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ നമ്മൾ റഫായിട്ടൊന്ന് അടിച്ചു വാരി വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് എല്ലാം ചെയ്ത് നമ്മളപ്പോൾ പഴയ ആൾക്കാരൊക്കെ പറയുന്നേക്കാം, എൻ്റെ അമ്മായിമ്മയും എല്ലാവരും അമ്മൂമ്മയൊക്കെ പറയുന്നേക്കാം, എന്താ നമ്മൾ വീട്ടിലിരിക്കുന്നവരുടെ ഐശ്വര്യം പോലെ ഇരിക്കും പുറത്തു പോകുന്ന ഭർത്താക്കന്മാരും മക്കളൊക്കെ ജോലിക്ക് പോകുമ്പോഴൊക്കെ കിട്ടുന്ന ഐശ്വര്യം അത്. അപ്പം നമ്മൾ എപ്പോഴും ഇതുപോലെയൊക്കെ വിളക്ക് കത്തിച്ചും ഓരോരുത്തരുടെ രീതിയിലുള്ള പ്രാർത്ഥനകളും വീടൊക്കെ ശുദ്ധമായിട്ട് വച്ചുകൊണ്ടിരുന്ന ഇറങ്ങി പോകുന്നുള്ളവർക്ക് ഐശ്വര്യം കിട്ടുന്ന ഉറപ്പാണ് കേട്ടോ. അത് എനിക്ക് അനുഭവമാണ്. അപ്പോൾ ഞാൻ ഇന്നലെ ഒന്നും അല്ല കേട്ടോ വിളക്ക് കത്തിക്കുന്നത്, വർഷങ്ങളായിട്ട് കത്തിക്കുന്നതാണ് കേട്ടോ. താഴത്തെ ഫ്ലാറ്റിൽ വർഷങ്ങളായിട്ട് കത്തിക്കുന്ന, മുകളിലത്തെ ഫ്ലാറ്റായപ്പോൾ നമ്മൾ പൂജാ റൂം പ്രത്യേകം വച്ചു. അവിടെയും ഉണ്ടായിരുന്നു പൂജ ചെയ്യേണ്ട സ്ഥലങ്ങൾ. അപ്പോൾ പൂജാ റൂമുകൾ പ്രത്യേകം വച്ച് നമ്മൾ പൂജ ചെയ്യുന്നു.
അപ്പോൾ അത് രാവിലെയും വൈകുന്നേരം നമ്മൾ ആർത്തി വച്ചു, ദൈവത്തിന് ഭഗവാന് വെള്ളം വെച്ചു, പൂക്കൾ അർപ്പിച്ചു, പിന്നെ നമ്മൾ ദൈവത്തിന് ആർത്തി വെച്ചുമൊക്കെ നമ്മൾ അതുപോലെ നല്ല എന്താ പറയുന്നത് കർപ്പൂരമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായ ഐശ്വര്യം നമ്മുടെ മക്കൾ ഇറങ്ങി പോകുന്നവർക്കും ജോലിക്ക് പോകുന്നവർക്കും പഠിക്കാൻ പോകുന്നുള്ളവർക്കും പിന്നെ ജോലിക്ക് പോകുന്ന ഭർത്താക്കന്മാർക്കൊക്കെ ഭയങ്കര നല്ലതായിരിക്കും എന്നാണ് പഴയ കാരണവരൊക്കെ പറയുന്നത്. അപ്പോൾ എനിക്ക് അനുഭവമുണ്ട് കേട്ടോ, നല്ലതാണത്, നല്ലത് തന്നെയാണ് കേട്ടോ. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്, അതൊക്കെ പിന്നെ പറയാം. ഒരുപാട് കാരണങ്ങൾ, എനിക്ക് തെളിവുകളുണ്ട് കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ വിശ്വസിക്കുന്നുള്ളവർക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാത്തുള്ളവർക്ക് വിശ്വസിക്കാതെ ഇരിക്കാൻ പറ്റില്ല. നമ്മൾ അവിടെ ഇവിടെയൊക്കെ ചെന്ന് വർത്താനം പറഞ്ഞ് അവിടെ ഇവിടെ പോകാൻ നമ്മുടെ കാര്യങ്ങൾ നോക്കിയാൽ നമുക്ക് തന്നെ ഗുണമാണ്. നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുക. നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അപ്പം ഇതിൻ്റെ ഇടയ്ക്കൊക്കെയാണ് ഞാൻ ഈ മൊബൈലിൽ വീഡിയോ ഒക്കെ എടുക്കുന്നത്. നിങ്ങൾ കണ്ടിരിക്കും, പടപടാന്ന് വീഡിയോ എടുക്കും. ചിലപ്പോൾ തംബ്നെയിലൊക്കെ കൊടുക്കുമ്പോൾ അതിന് ഒത്തിരി സമയങ്ങളെടുക്കും കേട്ടോ. തെറ്റിപ്പോവും, പിന്നെയും വരും, തെറ്റിപ്പോവും, പിന്നെയും എടുക്കും. അങ്ങനെയൊക്കെ കേട്ടോ, എനിക്കറിയാമെന്നുള്ള രീതിയിലൊക്കെ ചെയ്യുന്നു. ഈ തിക്കിലും തിരക്കിലൊക്കെയാണ് നമ്മൾ ഇതുപോലെയൊക്കെ വീഡിയോ എടുക്കുന്നത് കേട്ടോ. ശംഖുപുഷ്പവും പൂക്കളെ കിട്ടിയുള്ളൂ കേട്ടോ. ഇന്നലെ ഒരുപാട് ശംഖുപുഷ്പം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ചൂടല്ലേ, ഒരുപാട് വരും കേട്ടോ. ഇന്നലെ കുറേ ഉണ്ടായിരുന്നു, ഇന്ന് കുറച്ചേ ഉള്ളൂ കേട്ടോ. എന്നിരുന്നാലും പുറത്തുനിന്ന് മേടിച്ചിരുന്നാലും എൻ്റെ വീട്ടിലുള്ള കുറച്ച് തുളസിയും കുറച്ച് പൂക്കളും ഉള്ള പൂക്കൾ ഭഗവാൻ അർപ്പിച്ചില്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനം വരില്ല എന്ന് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിലും പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ എനിക്ക് ഒരുപാട് കിട്ടി. തിങ്കളാഴ്ചയൊക്കെ ആയിട്ട് എനിക്ക് ഒരുപാട് നീൽകണ്ഠ് ഫുൾ കിട്ടി കേട്ടോ. ഇന്ന് കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇനി പൂക്കളൊക്കെ വരേണ്ട സമയം കേട്ടോ. ഇനി ഈ ശംഖുപുഷ്പമൊക്കെ ഒരുപാട് വരും കേട്ടോ. എന്നാലും തുളസിയൊക്കെ ആ ചേച്ചി തരും കേട്ടോ. തുളസി എല്ലാം തരും. ചൊവ്വാഴ്ചത്തെ പൂക്കളെല്ലാം തന്നിരുന്നാലും എനിക്ക് കുറച്ച് തുളസിയും ഉള്ള പൂക്കളും നമ്മുടെ വീട്ടിലെ തുളസിയൊക്കെ ഭഗവാനെ അർപ്പിച്ചില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ല കേട്ടോ. അതാണ്. അപ്പോൾ മോൻ എൻ്റെ കൂടെ തന്നെ വന്നു. അപ്പോൾ നമ്മൾ വിളക്ക് എത്തിക്കാൻ പോവട്ടെ. ഞാൻ അവനെ ഫുഡൊക്കെ കൊണ്ടുവന്നതാട്ടോ. അപ്പോൾ നമ്മൾ ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് എടുത്തു കേട്ടോ. ഇനി സെറ്റിയൊക്കെ ഒതുക്കാൻ കിടക്കുന്നു, കട്ടിലൊക്കെ ഒതുക്കാൻ കിടക്കുന്നു. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി, ഉച്ചത്തെ എല്ലാം അരിഞ്ഞു വച്ചിട്ടുണ്ട്. ഇവന് ചോറ് കൊടുത്തു, വിളക്കൊക്കെ കത്തിച്ചു. ഇനി ഷീറ്റൊക്കെ ശരിയാക്കണം, സെറ്റിയുടെ കവറൊക്കെ ശരിയാക്കണം, അലക്കണം. അങ്ങനെ കുറേ പണികളുണ്ട് കേട്ടോ. അപ്പോൾ ഈ പണിത്തിരക്കിൻ്റെ ഇടയിലാണ് നമ്മൾ ചെറിയ വീഡിയോ ഇട്ടിട്ട് എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് പെട്ടെന്ന് ഞാൻ തംബ്നെയിലും അപ്ലോഡൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കാം. പിന്നെ പറയുന്നെങ്കിൽ നമ്മൾ ന്യൂസ് തുറക്കുമ്പോൾ തന്നെ നമ്മുടെ നാട് എങ്ങോട്ട് പോകുന്നു എന്ന് നമുക്കറിയത്തില്ല കേട്ടോ. എൻ്റെ ഇത്രയും ജീവിതത്തിൻ്റെ ഇടയിലും ഞാൻ ഇങ്ങനെ ഒരു നാടിനെ കണ്ടിട്ടില്ല. കൊച്ചു കുട്ടികളൊക്കെ ലഹരിക്ക് അടിമയും. ഇപ്പോൾ ടി വിയിൽ നമ്മൾ ഇത്രയും ദൂരെ ഇരുന്ന് ന്യൂസ് കേൾക്കാൻ, കേരളത്തിലെ ന്യൂസ് കേൾക്കുമ്പോൾ എല്ലായിടവും അടിച്ചു കൊന്നു, ലഹരിക്ക് ഇതായി, 3 കൊലപാതകം, 4 കൊലപാതകം, അത് ഇത് എന്നും പറഞ്ഞുകൊണ്ട് ഒത്തിരി കേട്ടിപ്പോൾ മടുത്തു കേട്ടോ. ന്യൂസ് കാണാൻ തോന്നുന്നില്ല. ഒരു കാര്യം പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എത്ര നല്ലത് പറഞ്ഞാലും എല്ലാവരും അത് പോസിറ്റീവായിട്ട് എടുക്കണമെന്നില്ല കേട്ടോ. ഇപ്പോൾ എല്ലാവരും തിരക്കുകളിലാണ്. കാരണം ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും യൂട്യൂബിൻ്റെയൊക്കെ തിരക്കുകളിലാണ്. പക്ഷേ അവരൊക്കെ ഒരു കാര്യം ഓർക്കണം, പഠിക്കുന്ന കുട്ടികളും ഫാമിലിയൊക്കെ പഠിക്കുന്ന കുട്ടികളെയൊക്കെ നോക്കി അവരുടെ പഠിത്ത കാര്യങ്ങൾ, അവരുടെ സ്കൂളിലെ കാര്യങ്ങളും എല്ലാം നോക്കിയതിന് ശേഷം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ഒരു സൈഡായിട്ട് കൊണ്ടുപോകണം കേട്ടോ. അല്ലാതെ കേൾക്കുന്നവരൊക്കെ ഒന്ന് പോസിറ്റീവായിട്ട് എടുക്കുക കേട്ടോ. സൈഡായിട്ട് കൊണ്ടുപോവുക. അല്ലാതെ നമ്മളെ ഫാമിലി വിട്ടും നമ്മൾ ഭക്ഷണം കഴിക്കാതെ ഭക്ഷണം തോന്നിയതുപോലെ വെച്ച് പിള്ളേർക്ക് കൊടുക്കുക, അങ്ങനെയൊന്നും ഇരിക്കരുത് കേട്ടോ. അവർക്ക് അവരുടെ ഹെൽത്ത് നോക്കേണ്ട സമയം ഹെൽത്ത് നോക്കുക, അവരുടെ പഠിത്തം നോക്കേണ്ട സമയം അവരുടെ പഠിത്തം നോക്കുക, അവരെ നോക്കേണ്ട സമയം അവരെ കെയർ ചെയ്യുക. പിന്നെ നമ്മുടെ വീട്ടിലെ പണികളും എല്ലാം ചെയ്ത് ഒരു സൈഡായിട്ടൊക്കെ ഇത് കൊണ്ടുപോകാനേ പറ്റൂ. അങ്ങനെ കൊണ്ടുപോകാൻ പാടുള്ളൂ കേട്ടോ. അല്ലാതെ നമ്മൾ ഇതിൽ തന്നെ മുഴുകിയിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ തന്നെ മുഴുകിയിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അവരെ ശ്രദ്ധിക്കാനോ അവരെ എങ്ങനെ, അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ സ്കൂളിൽ പോയി ചെന്ന് അന്വേഷിക്കണം, അവരെ ഒന്ന് വാച്ച് ചെയ്യണം. നമ്മൾ കുറേ പൈസ ഇല്ലാത്തവരൊക്കെ കുറേ കഷ്ടപ്പെട്ട് ലോൺ എടുത്തൊക്കെ ആയിരിക്കും മക്കളെയൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ മക്കൾ ഇങ്ങനെയൊക്കെ ലഹരിക്കൊക്കെ അടിമയായി പോകുന്നു വെച്ചാൽ അത് സഹിക്കാൻ പറ്റിയതില്ല, കൊലപാതകവും ഒക്കെ. അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച്
ഈ സോഷ്യൽ മീഡിയയിലേക്ക് നമ്മൾ വന്നിരിക്കുമ്പോൾ നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ, അവരുടെ പഠിത്തം, അവരുടെ ഹെൽത്ത്, കൂടാതെ നമ്മുടെ ഹെൽത്ത്, നമ്മൾ പോലും ഭക്ഷണം കഴിക്കാതെ വന്ന് അങ്ങനെ ഇരിക്കരുത് കേട്ടോ. നമ്മുടെ ഹെൽത്ത് പോയി കഴിഞ്ഞാൽ ഒരു പ്രായത്തിൽ വരുള്ളൂ. അത് പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തൊന്നുമില്ല. ഹെൽത്ത് പോയി കഴിഞ്ഞാൽ ഓരോരോ രോഗങ്ങളും കാര്യങ്ങളും ഒക്കെ വന്ന് കൂടും. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളവരെന്നൊക്കെ പറഞ്ഞാൽ വീട്ടിലെ ജോലി നിർത്തി അവരുടെ പഠിത്തം എങ്ങനെയെങ്കിലുമൊക്കെ വച്ചുണ്ടാക്കി കൊടുക്കും, പിന്നെ അവർ വന്നിരിക്കും. അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഒരു സൈഡായിട്ടൊക്കെ കൊണ്ടുപോവുക, കിട്ടുന്ന സമയത്ത് വീഡിയോ എടുക്കുക, അപ്ലോഡ് ചെയ്യുക, അതൊക്കെയാണ് കേട്ടോ. എപ്പോഴും ഇതിൽ തന്നെ മുഴുകിയിരിക്കുന്നത്. അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങളൊരു യൂട്യൂബറല്ലേ. ഞാൻ എൻ്റെ പണിത്തിരക്കിൻ്റെ ഇടയിലാണ് ഞാൻ എടുക്കുന്നത്. എൻ്റെ മക്കളെ രണ്ടുപേരെ ടിഫിൻ കൊടുത്ത് വിടുന്നു, ബ്രേക്ക്ഫാസ്റ്റ് വിടുന്നു, എൻ്റെ ഹസ്ബൻഡിനെ നോക്കുന്നു, എൻ്റെ പെറ്റിനെ നോക്കുന്നു, അവന് ഭക്ഷണം വാരി കൊടുക്കുന്നു, വീട് അലക്കുന്നു, അടക്കുന്നു, വീട് വൃത്തിയാക്കുന്നു, സകല കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ ഇടയ്ക്കൊക്കെയാണ് പിന്നെ ലൈവിൽ ഞാൻ എപ്പോഴും ഇരിക്കാറില്ല കേട്ടോ. നമുക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഇരിക്കുള്ളൂ. നമ്മൾ ലൈവ് എന്നും പറഞ്ഞ് ക്യാമറയും തുറന്ന് വെച്ചിരുന്നാൽ നമ്മുടെ വീട്ടിലെ പണികളോ നമ്മുടെ ഫാമിലിയോ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല, നമ്മുടെ ഹെൽത്ത് ശ്രദ്ധിക്കാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച്, നമ്മൾ പ്രായോഗികമായിട്ടൊന്നും നമുക്ക് പറയാൻ നമ്മൾ അത്ര വലിയ ആളൊന്നുമല്ല, പക്ഷേ എല്ലാ പാരൻസുകളും മക്കളെ ശ്രദ്ധിക്കണം. ഇപ്പം നമ്മുടെ നാട് പോകുന്നത് വേറെ ഒരു ദിക്കിലേക്കാണ് കേട്ടോ. ഇന്ന് വരെ കാണാത്തത് പോലെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണുമ്പോൾ ന്യൂസിലൊക്കെ കാണുമ്പോൾ പിള്ളേരൊക്കെ അടി വഴക്കും, കൊച്ചു പിള്ളേരൊക്കെ അവർ നാളെ നല്ലൊരു തലമുറയിൽ നല്ല കുട്ടികളായിട്ട് വളരേണ്ട കുട്ടികളൊക്കെ ഇങ്ങനെ ആയി നാട് ഇതായി പോകുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു സങ്കടം ദൂരെ നിന്ന് കേട്ടിരുന്നാൽ. ടി വി തുറക്കാനേ പറ്റുന്നില്ല, സങ്കടമാണ്. എവിടെ നോക്കിയിരുന്നാലും കൊലപാതകവും ലഹരിയും അതും ഇത്. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. എല്ലാവരും ഒരു ശ്രദ്ധ കൊടുക്കുക. പിന്നെ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ മോൻ്റെ ചോറ് കൊടുക്കലും എല്ലാം കഴിഞ്ഞ് ഇനി തുണി അലക്കണം, ഈ സെറ്റിയും മക്കളൊക്കെ എണീറ്റ് പോയാൽ ഇതൊക്കെ ഒന്ന് ബെഡൊക്കെ ഷീറ്റൊക്കെ വിരിക്കണം. അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഉച്ചത്തെ കറികൾക്കൊക്കെ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വിളക്ക് കത്തിക്കാൻ പോയി, വിളക്ക് കത്തിച്ച് വന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ കേട്ടോ. നാളെ ഒരു നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ മോൻ്റെ അടുത്ത് ഒരു ഹാൻഡ് ഷേക്ക് ചോദിക്കട്ടെ, മോൻ തരുമോ നോക്കട്ടെ. ഒരു ബൈ കൊടുത്തേ എല്ലാവർക്കും. ബൈ. ഇപ്പുറത്തെ കൈ കണ്ടോ, ഒരു ബൈ കൊടുത്തേ ആൻറ്റിമാർക്ക് അങ്കിൾമാർക്കൊക്കെ ബൈ. അപ്പോൾ കൊച്ചു ബൈ തന്നു. നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്ക് ബൈ.